നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ഭാനുമേ, എന്താ ഇവിടെ ഒരു സംസാരം? അച്ഛാ, വിനയൻ എന്നോട് എന്തോ പറയാനുണ്ടച്ചാ. രഘുവേട്ടനെ ആരെയോ സംരക്ഷിക്കുന്നുണ്ടത്രേ. അത് ആരാണെന്ന് അച്ഛനും കൂടെ ഒന്ന് കേൾക്കണം. എന്റെ മാഷേ, ഈ വിനയൻ അവിടെ ഇവിടെ കണ്ടതൊക്കെ കോർത്ത് കെട്ടി കഥയുണ്ടാക്കി പറയുന്നവനാ. ചോ, അതൊന്നും വിശ്വസിക്കല്ലേ മാഷേ. അയ്യോ, നിങ്ങൾ കുറെ നേരമായി എന്നെ ഒരുമാതിരി ഉണ്ടാക്കാനൊക്കെ നോക്കുന്നു. നിങ്ങളൊന്ന് പോയേ. ഞാൻ സംസാരിക്കുന്നത് എന്റെ ഭാര്യയുടെ ചേച്ചിയോടും അവളുടെ അച്ഛനോടുമാ. ഭാനുവമ്മ എങ്ങോട്ടും പോകുന്നില്ല. അതുമല്ല, ഭാനുവമ്മോട് ഇവിടുന്ന് പോവാൻ പറയാൻ നീ ആരാ? അല്ല, ഞാനത് നിന്റെ മക്കളെ നോക്കുന്നതും നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഇപ്പോഴേ തുണയായി നിൽക്കുന്നതും ഇവരാ. ഭാനുവമ്മ ഇവിടെ ഉള്ളതുകൊണ്ടാ ഞാനും എന്റെ ചീരുമോളും അവളുടെ കുഞ്ഞുങ്ങളും ഇവിടെ സ്വസ്ഥമായിട്ട് കഴിയുന്നത്. അച്ഛാ, ഞാനൊരു നല്ല കാര്യം പറയാൻ വേണ്ടി വന്നപ്പോ ഭാനുവമ്മ എന്നെ വല്ലാതെ കുറ്റപ്പെടുത്തിയതുകൊണ്ടാ ഞാൻ. അച്ഛാ, അച്ഛാ, രഘുവേട്ടൻ നമ്മൾ ആരും അറിയാതെ ആരെയോ സംരക്ഷിക്കുന്നുണ്ടെന്ന് പറയാനാ വിനയം വന്നത്. അതെ അച്ഛാ, ഞാൻ 1-2 ദിവസമായി അതിന് പുറകെയാ. മതി, നിർത്ത്. രഘു ആരെയോ സംരക്ഷിച്ചില്ലേ ഉള്ളൂ, നശിപ്പിച്ചില്ലല്ലോ. അതച്ഛാ, ആദ്യം നീ ഒരു നല്ല മനുഷ്യനാവാൻ നോക്ക്. എന്നിട്ട് മതി രഘുവിന്റെ കുറ്റം കണ്ടുപിടിക്കല്. എന്നാലും വിനയം പറയാൻ വന്നത് പറയട്ടെ അച്ഛാ. നീ പറ വിനയ, രഘുവേട്ടൻ ആരെയും സംരക്ഷിക്കുന്നേ? വിനയനിപ്പോ ഒന്നും പറയണ്ട. നീ പോ വിനയ. അമ്പിളി, ഞാൻ ഇപ്പൊ തന്നെ അനുപമയുടെ കാര്യത്തിൽ വലിയ മനപ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത് തന്നെ എനിക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ഭാര. അതിന്റെ ഇടയിൽ കൂടി ഇവന്റെ ഉണ്ടയില്ല വെടി കൂടി ഞാൻ കൊള്ളണോ? നീ അകത്തേക്ക് പോ. നീ പോ. ഭാനുമേ, അമ്പിളി കൂട്ടിക്കൊണ്ട് പോ. വാ മോളെ. അമ്പിളി പോ. അച്ഛനെ കൂടുതൽ വിഷമിപ്പിക്കല്ലേ. നിന്നോട് ഇനി പ്രത്യേകം പറയണോ പോവാൻ? ചെല്ലേ. വിനയന്റെ കയ്യിലുള്ളത് ഉണ്ടയില്ല വെടിയല്ലെന്ന് ദിവസം എല്ലാവർക്കും മനസ്സിലാവും. മനസ്സിലാക്കി തരാ. അനു, നീ ഇവിടെ എന്ത് ചെയ്യാനു? ഞാൻ ഈ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റായിരുന്നു ഇന്ദ്രേട്ടാ. പ്രതിഭ ചെറിയൊരു സർജറി കഴിഞ്ഞു വരുന്നതല്ലേ. കഴിഞ്ഞെങ്കിൽ നീ വേഗം വാ, അവരിപ്പോ ഇവിടെ എത്തും. നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിലേ നമ്മളിവിടെ പേടിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും. പേടിയോ? എല്ലാ തെളിവുകളും ഇന്ദ്രേട്ടൻ വെച്ച ക്യാമറയ്ക്കകത്തുള്ളപ്പോ ഞാനെന്തിനാ പേടിക്കുന്നേ? അല്ല, നമ്മൾ എന്തിനാ പേടിക്കുന്നേ? അനു, ഈ ധൈര്യം നമ്മുടെ ഉള്ളിൽ മതി, പുറത്ത് കാണിക്കണ്ട. ക്യാമറയുടെ കാര്യത്തിൽ എന്തെങ്കിലും സൂചന കിട്ടിയാ കളി മാറും. അവസാന നിമിഷമേ ആ കാര്യം പുറത്തു വരാവൂ. അതെനിക്കറിയില്ല ഇന്ദ്രേട്ടാ. ആ ടെക്നീഷ്യൻ ഇന്ന് ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്നല്ലേ പറഞ്ഞ്? അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ പോലീസായിരിക്കും അവനെ വിളിക്കാൻ പോകുന്നെന്ന് ഞാൻ അവന് താക്കീത് കൊടുത്തിട്ടുണ്ട്. അതേതായാലും നന്നായി ഇന്ദ്രേട്ടാ. CCTV വെക്കുന്നത് അവനവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ. അത് നൽകേണ്ട ഉത്തരവാദിത്തം കാശ് വാങ്ങി അത് ഫിറ്റ് ചെയ്യുന്നവർക്കുണ്ട്. ആരോ വന്നല്ലോ, അവനാണെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യ്, നീ ഇതൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് വാ വേഗം.
അങ്കിളെ ഞാൻ ഇറക്കാം. ആ പ്രതിഭയെ സത്യേട്ടനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. സൂക്ഷിച്ച്. അമ്മേ